ആകാംക്ഷ കൂടിക്കൂടി വരികയാണ്. കാരണം അവിടുന്നേ നമുക്ക് ആ സ്റ്റാച്ചു അടുത്തുനിന്ന് കാണാനുള്ളൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ എന്തായാലും. എന്നിട്ട് നമ്മളിവിടെ ഇറങ്ങിയിട്ടും പിന്നെയും സ്റ്റാച്ചു കാണാനൊന്നുമില്ല. പിന്നെയും നമ്മളിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ആകെ ക്ഷമ നശിച്ച അവസ്ഥയാണ്. ഇങ്ങനെ കുറേ നേരം നടന്നതിന് ശേഷമാണ് നമ്മൾ ആ ഒരു സ്റ്റാച്ചുവിൻ്റെ അടുത്തെത്തുക. അവസാനം കുറേ നടന്നതിന് ശേഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. കാരണം നമ്മൾ സ്റ്റാച്ചുവിൻ്റെ അടുത്തേക്ക് ഇത് എത്താനായിട്ടുണ്ട്. എന്നാൽ പോലും നമ്മൾ ഒരുപാട് നടക്കണം ഇനിയും സ്റ്റാച്ചുവിൻ്റെ തൊട്ടടുത്ത് എത്താനായിട്ട്. അപ്പോൾ കണ്ടോ മക്കളൊക്കെ ഓടുകയാണ്, വേഗം എത്താനായിട്ട് മക്കളൊക്കെ ഓടി പോവാണ്. അപ്പോൾ നമുക്ക് പിന്നെ ആ ഒരു സ്റ്റാച്ചു നോക്കി നടക്കാനും നല്ലൊരു സുഖമുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ പോവാണ്. നടക്കുന്ന സമയത്തൊക്കെ നോക്കിക്കേ നല്ലൊരു നടപ്പാതയാണ് ഇവിടേക്ക് ഉള്ളത്. അതുകൊണ്ട് വളരെ സുഖമായിരുന്നു നടക്കാനായിട്ടൊക്കെ. പിന്നെ നമ്മൾ പോകുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ പുറത്തുള്ള കാഴ്ചകളൊന്നും അങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നില്ല. കാരണം ഒന്നാമത് നേരം വൈകിയായിരുന്നു നമ്മൾ അങ്ങോട്ടേക്ക് എത്താനായിട്ട്. അപ്പോൾ ഇങ്ങനെ സൈഡിൽ കണ്ടോ ഒരു എസ്കലേറ്റർ സജ്ജീകരണമൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പോകുന്ന സമയത്ത് ഒരു 2 എണ്ണത്തിൽ പോയി. പക്ഷെ എന്നാൽ അത് വളരെ മെല്ലെ പോകുന്നത് കൊണ്ട് നമ്മൾ വേഗത്തിലെത്താൻ വേണ്ടിയിട്ട് പിന്നെയും നടക്കുകയാണ് ചെയ്തത്. നമ്മൾ നടക്കുന്നതിനേക്കാളും സ്ലോ ആയിട്ടാണ് അതിലേക്കൂടി പോകുന്നത്. ഈ ഒരു സ്റ്റാച്ചുയോട് അടുക്കും തോറും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ എത്തുന്നത് എവിടെയാണ്? ലോകത്തിലെ ഏറ്റവും വലിയ ഒരു സ്റ്റാച്യൂയുടെ മുന്നിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു എന്താ പറയുക എക്സൈറ്റ്മെൻറ്റിലാണ് നമ്മളെല്ലാവരും. അപ്പോൾ നമ്മൾ ഓടുകയാണ്. കാരണം ഒന്നാമത് നേരം വൈകിയതുകൊണ്ട് അത് ക്ലോസ് ആയി പോകുമെന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഓടിയിട്ടാണ് അങ്ങോട്ടേക്ക് എത്തിയത്. പിന്നെ അവിടെ എത്താനുള്ള തത്രപ്പാടിലായതുകൊണ്ട് നമ്മൾ വേഗം അവിടത്തേക്ക് പോകാമെന്നുള്ള രീതിയിൽ പോവുകയാണ്. അച്ഛനൊക്കെ ഇതാ നല്ല ജോറായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ ഞാനുണ്ട് പിന്നിൽ. അമ്മ ഇതാകെ തളർന്നു ഏകദേശം, പാവം ഓടുകയാണ്. എന്നാലും നമ്മുടെ കൂടെ എത്താനായിട്ട് അമ്മ ഓടുകയാണേ. പിന്നെ അവരെല്ലാവരും മുന്നിലായി, ഞാൻ ഏറ്റവും ലാസ്റ്റായി. കാരണം തളർന്നു പോയി അവിടെ എത്തുമ്പോഴേക്ക്. അയ്യോ ഇനി ഇതിലേക്ക് കയറണമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ 2 ഭാഗത്തായിട്ട് ഇവിടെ ഇതാ കണ്ടില്ലേ എസ്കലേറ്റർ സജ്ജീകരണം കൊടുത്തിട്ടുണ്ട്. അതായത് കയറാനും ഇറങ്ങാനുമായിട്ട് എസ്കലേറ്റർ കൊടുത്തിട്ടുണ്ട്. അത് വലിയൊരു ആശ്വാസം തന്നെയാണ്. എന്നെപ്പോലെ മടിച്ചൊക്കെ ഇത് എത്രയോ ബെറ്ററാണ് കേട്ടോ. ഞാനിങ്ങനെ ഇവിടെ എത്തിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റെപ്പൊക്കെ കണ്ടപ്പോൾ പേടിച്ചു പോയി. ഭഗവാൻ ഇനി ഇതൊക്കെ കയറണമല്ലോ എന്ന്. പക്ഷേ സൈഡിൽ വീണ്ടും എസ്കലേറ്റർ ഉണ്ട്. അങ്ങനെ ഒരു 3-4 എസ്കലേറ്ററിലൂടെ കയറിയാണ് നമ്മൾ ആ ഒരു സ്റ്റാച്യൂവിൻ്റെ തൊട്ട് താഴെയത്. അത് എത്രയും യൂസ്ഫുള്ളാണ്. അതായത് ഏജ്ഡ് അതോളം ചെറുതാണെന്നുള്ളത്. അപ്പം എത്രത്തോളം മനുഷ്യന്മാരുടെ ആ ഒരു കഷ്ടപ്പാടിൻ്റെ ഫലമായിരിക്കും ഈ ഒരു പ്രതിമ നമ്മൾ നിർമ്മിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു അഭിമാന നിമിഷമാണ്. അതിന് ശേഷമാണ് ഞാൻ ചുറ്റുള്ള കാഴ്ചകളൊക്കെ കാണാൻ തുടങ്ങിയത് കേട്ടോ. ഇതിപ്പോൾ ഒരു ദ്വീപാണ് കേട്ടോ. ഇവിടെയുള്ള ഒരു ദ്വീപാണിത്. ഈ ഒരു ദ്വീപിലാണ് നമ്മൾ ഈ ഒരു സ്റ്റാച്യു ഉള്ളത്. അതൊക്കെ ഞാൻ പിന്നെ വിശദമായി പറഞ്ഞുതരാം. അപ്പോൾ ഈ സ്റ്റാച്യുവിൻ്റെ താഴെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ ഒരു കാഴ്ചകളൊക്കെ നോക്കിയത്. ശരിക്കും പറഞ്ഞാൽ ആദ്യം ഇവിടെ എത്താനുള്ള ആ ഒരു തത്രപ്പാടിലായതുകൊണ്ട് ഈ സൈഡിലത്തെ വ്യൂസൊന്നും നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല. പിന്നെ അവിടെ എത്തിയപ്പോൾ നല്ല കാറ്റ്, നല്ലൊരു ക്ലൈമറ്റായിരുന്നു. ഇവിടെ വന്ന് ഇങ്ങനെ ഈ ഒരു കാറ്റും കൊണ്ട് നമ്മുടെ ഈ ഒരു സ്റ്റാച്യു നോക്കി നിൽക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു വൈബ് ഉണ്ടല്ലോ, അത് വേറെ തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഇതിന് തൊട്ട് താഴെ എത്തുമ്പോൾ ഈ ഒരു കാൽപാദം മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള ഡീറ്റെയിൽ ആയിട്ടൊന്നും തന്നെ കാണാൻ പറ്റില്ല. ഈ ഒരു കാൽപാദത്തിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ നഖം, അതുപോലെ ആ ഒരു ചെരുപ്പിലെ സ്ട്രാപ്പ്, അതിലുപയോഗിച്ചിരുന്ന ത്രെഡ്, ഇതൊക്കെ വളരെ വ്യക്തമായി കാണാം. അമ്പാടി വന്ന് എത്തി നോക്കുവാണ് ഇതിനകത്ത് എന്താണെന്ന്. മോനൊക്കെ ശരിക്കും വളരെ എൻജോയ് ചെയ്തു. എന്താ പറയുക, നമ്മളൊന്നും മനസ്സിൽ പോലും വിചാരിക്കാത്ത രീതിയിൽ ഈ ഒരു കഴിവിനെയൊക്കെ നമ്മൾ സത്യം പറഞ്ഞാൽ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയാൻ പറ്റത്തില്ല, അതിനും മുകളിലാണ്. ഈ ഒരു സ്റ്റാച്യുവിനെ പറ്റിയിട്ട് നമ്മൾ ഔദ്യോഗികമായിട്ട് പറയുകയാണെങ്കിൽ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ 143ാമത്തെ ജന്മദിനമായിട്ടുള്ള 2018 ഒക്ടോബർ 31 നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് രാജ്യത്തിനായിട്ട് സമർപ്പിച്ചത്. അതുപോലെ തന്നെ 182 അടിയാണ് ഇതിൻ്റെ ഉയരം. അതുപോലെ നർമ്മദാ നദിയുടെ തീരത്താണ് ഈ ഒരു സ്റ്റാച്യു സ്ഥിതി ചെയ്യുന്നത്. ആ ഒരു നർമ്മദാ നദിയുടെ തീരത്തുള്ള സ്റ്റാച്യു സ്ഥിതി ചെയ്യുന്നത് ഒരു ദ്വീപിലാണ്. ആ ദ്വീപിൻ്റെ പേര് സാധുബഡ് ദ്വീപ് എന്നാണ്. അതുപോലെ തന്നെ 177 അടി ഉയരമുള്ള ചൈനയിലുള്ള സ്പ്രിംഗ് ടെമ്പിൾ ഓഫ് ബുദ്ധ എന്നുള്ള ഒരു സ്റ്റാച്യു ഇല്ലേ, അതിനെ പിന്തള്ളിക്കൊണ്ടാണ് ഈ ഒരു പ്രതിമ ഉയരത്തിൽ ഒന്നാമതായിട്ട് തലയുയർത്തി നിൽക്കുന്നത്. ഏകദേശം 2389 കോടിയാണ് പ്രതിമ നിർമ്മാണത്തിന് വന്നിരിക്കുന്ന ചെലവ്. ഇവിടെ ഇങ്ങനെ ഒരു പ്രതിമ നിർമ്മാണം നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിലുള്ള സാധാരണ ജനങ്ങൾ, എൻ്റെ നാട്ടിലൊക്കെ അങ്ങനെയായിരുന്നേ, സാധാരണ ജനങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെറുതെ വേസ്റ്റാണ് ഇതൊക്കെ, എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നൊക്കെ. നമ്മളെ പോലുള്ള സാധാരണക്കാർ അങ്ങനെയാണ് ചിന്തിക്കുക. പക്ഷേ ഇവിടെ വന്നിത് കണ്ടതിന് ശേഷം എൻ്റെയും അഭിപ്രായം മാറി. അതായത് ഇത് വേറെ ലെവലാണ്. നമ്മൾ 2389 കോടി ചിലവാക്കിയെങ്കിൽ എന്താ, നമ്മുടെ രാജ്യത്തിന് അത്രയും പ്രധാനമായിട്ടുള്ള ഒരു സ്റ്റാച്യു തന്നെയാണ് കിട്ടിയിട്ടുള്ളത്.
അതുപോലെ തന്നെ തുടർച്ചയായ 33 മാസത്തെ പരിശ്രമത്തിനൊടുവിലാണ് ഇന്ന് കാണുന്ന ഈ നിലയിൽ ഈ പ്രതിമ എത്തിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് താഴേക്ക് ഇറങ്ങുകയാണ്. ഇവിടെ എത്തിയപ്പോൾ മക്കൾ ഫുൾ ടൈം അച്ചാച്ചൻ്റെയും അമ്മൂമ്മയുടെ അച്ഛൻ്റെയും കൂടിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഫുൾ ഫ്രീ ആയിരുന്നു. ഈ ഒരു സ്റ്റാച്യുവിനോട് ചേർന്നുകൊണ്ട് തൊട്ട് താഴെയായിട്ട് ഒരു മ്യൂസിയം കൂടി ഉണ്ട് ഇവിടെ. ഈ ഒരു മ്യൂസിയത്തിൽ സർദാർ വല്ലഭായ് പട്ടേലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കുറേയധികം ഡീറ്റെയിൽസ് ഈ ഒരു മ്യൂസിയത്തിൽ അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ അങ്ങോട്ടേക്കാണ് കയറിയത്. കയറുന്ന സമയത്ത് തന്നെ വളരെ ഒരു വൈബായിരുന്നു. കാരണം അത്രയും ക്ലീൻ ആയിരുന്നു. അതുപോലെ തന്നെ ലൈറ്റിങ് അതൊക്കെ എടുത്തു പറയേണ്ടതായിരുന്നു. നിലമൊക്കെ നോക്കിക്കേ, ഒരു പ്രത്യേകതയില്ലേ, അവിടുത്തെ ടൈൽസ്, നിലവും അതുപോലെ തന്നെ ചുമരും ഒക്കെ ഒരേപോലെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ ഇവിടെ കുറേ സ്ക്രീനിൽ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എന്ന് തന്നെ പറയാം. അതായത് സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ അദ്ദേഹം ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടും അതുപോലെ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന പല കാര്യങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റും. വല്ലഭായ് പട്ടേലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഈ ഒരു സ്ക്രീനിൽ ഇങ്ങനെ മെൻഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. കുറേയൊക്കെ ഗുജറാത്തിയിലും അതുപോലെ തന്നെ കുറേയൊക്കെ ഹിന്ദിയിലും ഉണ്ടായിരുന്നു. അതൊക്കെ കാണാനായിട്ട് എന്താ പറയുക, നമുക്ക് കൂടുതൽ അറിവ് കിട്ടാനായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് റിസർച്ച് ചെയ്യുന്നവർക്കൊക്കെ ഇത് വളരെ യൂസ്ഫുള്ളാണ്. അതുപോലെ തന്നെ ഇവിടെ ഇദ്ദേഹം ഉപയോഗിച്ചിരുന്ന പല പുസ്തകങ്ങളും മറ്റു കളക്ഷൻസ് ഇവിടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വായിച്ചറിയാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇവിടെ ഈ ഒരു മ്യൂസിയത്തിൽ വന്നു കഴിഞ്ഞാൽ വളരെയധികം എന്താ പറയുക യൂസ്ഫുള്ളാവും. ഈ കാണുന്നതൊക്കെ അദ്ദേഹം യൂസ് ചെയ്തിരുന്ന പുസ്തകങ്ങളാണ്. ഞാനിതൊന്നും അങ്ങനെ ശ്രദ്ധിച്ചില്ല എന്ന് തന്നെ പറയാം. കാരണം എനിക്കിതിനോടൊന്നും അത്ര വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല. കാരണം അത്രയ്ക്ക് ക്ഷമയില്ല. ഇത് അച്ഛനൊക്കെ കണ്ടില്ല, അച്ഛനൊക്കെ ഇങ്ങനെ റീഡിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളോടൊക്കെ വളരെ ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അച്ഛനൊക്കെ ഇങ്ങനെ എന്താ പറയുക അത്രയും സൂക്ഷ്മതയോടുകൂടി നോക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് ഒഴിവാക്കി അത്ര തന്നെ പറയാം. കാരണം എനിക്കങ്ങനെ റീഡിങ്ങോ കാര്യങ്ങളോ ഒന്നും അത്ര വലിയൊരു ഇൻട്രസ്റ്റ് ഉള്ള ആളല്ല. ഇത് മക്കൾ പിന്നെ ഇങ്ങനെ ഒരു സിസ്റ്റം കിട്ടിയപ്പോൾ അതിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തെങ്കിലും കേടുപാട് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ അതിനുള്ള നഷ്ടപരിഹാരം കൊടുക്കണമല്ലോ. കുട്ടികളോട് പറഞ്ഞിട്ടാണെങ്കിൽ അവർ കേൾക്കുന്നുമില്ല. അതിങ്ങനെ ടച്ച് ചെയ്യുന്ന സമയത്ത് സ്ക്രീന് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അവർക്കതൊരു എന്താ പറയുക എൻ്റർടൈൻമെൻ്റ് ആയി. അവരൊന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ രണ്ടുപേരും അത് വിട്ടിട്ടുള്ള പരിപാടിയില്ല. അതുകൊണ്ട് തന്നെ അതിങ്ങനെ അവർ ഞെക്കിക്കൊണ്ട് മാറ്റി മാറ്റി നോക്കുകയാണ്. ജസ്റ്റ് വായിക്കാനുള്ള ആ ഒരു ടെൻഡൻസി ഒന്നും ഇല്ല. കാരണം ഹിന്ദിയാണ് ഒന്നാമത് ഉള്ളത്. ഇവിടെ വൈകുന്നേരം ഹോട്ടലിൽ റൂം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനായി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ എന്നുള്ള ഓപ്ഷൻ വരും. ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതിലേക്ക് എല്ലാവർക്കും ഒരു ഷോർട്ട് ബ്രേക്ക്. താങ്ക്